ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും സഹോദരന്മാർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുകയാണ്. ഹല്ലേലൂയ. എലോഹിം മിനിസ്ട്രിയുടെ ഒരു മെസ്സേജാണ് ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ച് നിങ്ങളോട് ഇന്ന് ദൈവവചനത്തിലൂടെ കർത്താവ് ഇടപെടും. ആ വചനം നിങ്ങൾക്ക് ദൈവരാജ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ പലർക്കും അറിയാൻ മേലാത്ത ഒരു വിഷയം കൂടെയാണ് ദൈവരാജ്യം എന്താണ്. ദൈവരാജ്യം, സ്വർഗരാജ്യം, ഇതൊക്കെ പറയുമ്പോഴും പലർക്കും എന്താണ് ദൈവരാജ്യം, എന്താണ് സ്വർഗരാജ്യം അറിയാത്ത പലരുമുണ്ട്. അവർക്ക് വേണ്ടി എലോഹിം മിനിസ്ട്രിയുടെ ഒരു മെസ്സേജ് ഇന്ന് നിങ്ങൾക്ക് തരികയാണ് പാസ്റ്റർ ജെയിംസ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വചനത്തിലേക്ക് കിടക്കാം. നല്ലവനും വിശ്വസ്തനും നീതിമാനുമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, ഇന്ന് ഈ രാത്രി കർത്താവെ സകല ആൾക്കാർക്കും, ഈ ഗ്രൂപ്പിലുള്ളവർക്കും, എലോഹിം മിനിസ്ട്രിയുടെ എല്ലാ ഗ്രൂപ്പിലും എല്ലാ വ്യൂവേഴ്സിനും, എല്ലാ ഈ കേൾക്കുന്ന സകല ആൾക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം ഒരു ക്രിയ ചെയ്യട്ടെ, വെളിച്ചത്തിലേക്ക് നയിക്കട്ടെ, പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്കാകട്ടെ. ഈ വചനം കേൾക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടാകണം. കർത്താവിനെക്കുറിച്ച് അറിയുവാൻ വേണ്ടിയുള്ള വലിയൊരു ശക്തി അവരുടെ മേൽ വരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ 4 സുവിശേഷമാണ് ബൈബിളുള്ള: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിനെ യഹൂദന്മാരുടെ രാജാവായിട്ടാണ് വരച്ചു കാണിക്കുന്നത്. മർക്കോസ് കർത്താവിനെ ചരിത്ര പുരുഷനായിട്ട്, ലൂക്കോസ് ദാസനായിട്ട്, യോഹന്നാൻ ദൈവത്വം വെളിപ്പെടുത്തുന്ന ദൈവമായിട്ട് ചിത്രീകരിച്ചു. ഹല്ലേലൂയ. നമ്മളൊരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജിലേക്ക് ഇറങ്ങാം. നമുക്കെല്ലാം സുപരിചിതമായ, സകലരും പ്രസംഗിക്കുന്ന സകല പാസ്റ്റർമാരും, സകല കൺവെൻഷൻ പ്രാസംഗികരും, സകല വ്യക്തികളും സുപരിചിതമായ, പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാർക്ക് സുപരിചിതമായ, ക്രിസ്ത്യാനികൾക്ക് സുപരിചിതമായ ഒരു വചനമാണ് അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം താഴോട്ട് വായിക്കുന്നത്. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പ്രിയരെ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വചനങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഹല്ലേലൂയ. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെക്കുറിച്ചുമായിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന്
ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇതു പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വാക്കാണ് ഹല്ലേലൂയ. ശിഷ്യന്മാർ അവനോടൊരു ചോദിച്ചേ ഉള്ളൂ. ഒറ്റ ചോദ്യം ചോദിച്ചു, കർത്താവേ, ഈ കാലത്തിലാണോ ഞങ്ങൾക്ക് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി തരുന്നത്? കർത്താവ് പറഞ്ഞു, കാലങ്ങളെയോ സമയങ്ങളെയോ ഒക്കെ അറിയുന്നത് പിതാവിനുള്ളതാണ്. അത് നിങ്ങൾ ഇപ്പം അറിയണ്ട. അതൊരു ശരിക്കും ഒരു ശാസനയുടെ സ്വരമാണ് പറഞ്ഞത്. നിങ്ങളിപ്പം അത് അറിയേണ്ട കാര്യമില്ല എന്നു വ്യക്തമായിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുക. നിങ്ങളിനി ഇത് അറിയേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത, പിതാവ് എന്നോട് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. യെരുശലേമിലും യഹൂദിയയിലും ലോകത്തുള്ളടും സമരിയയിലും നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. ഹല്ലേലൂയ. ഇവരെന്താണ് ശരിക്കും കർത്താവിനോട് ചോദിക്കുന്നത്? ഇവർ ചോദിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം തന്നെ യഹൂദന്മാരുടെ രാജാവായിട്ട് വരികയാണ്. യഹൂദന്മാരുടെ രാജാവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മർക്കോസ് ദാസനായിട്ടാണ്, ലൂക്കോസ് ചരിത്ര പുരുഷനായിട്ടാണ്, യോഹന്നാൻ അവൻ്റെ ദൈവത്വത്തെക്കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, ശയ്യാ വിളിച്ചു പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ശിശു ജനിക്കും, യഹൂദന്മാരുടെ രാജാവായിരിക്കും, അവനൊരു രാജ്യം സ്ഥാപിക്കും. അത് പ്രതീക്ഷിച്ചിരുന്ന യഹൂദന്മാരുടെ അടുക്കലാണ് കർത്താവ് എത്തുന്നത്. പക്ഷെങ്കിൽ അവൻ മരിച്ച് ഉയർത്തെണിറ്റ് 40 നാള് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവരറിയത്തക്ക രീതിയിൽ കാണുകയാണ് അവൻ 40 ദിവസം ജീവിച്ചത്. ആ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇവർ ചോദിക്കുന്നത്, നീ ഈ കാലത്തിൽ, അതായത് നീ ഇപ്പം ഞങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്തിലാണോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി തരുന്നത്? എന്ന് വെച്ചാൽ അത്ഭുതങ്ങളെ കണ്ട, അടയാളങ്ങളെ കണ്ട, മരിച്ചവരെ ഉയർപ്പിച്ച, ക്രൂശിച്ച് കൊന്നുകളഞ്ഞ കർത്താവ് ഇവരുടെ കൂടെ 40 നാൾ കൂടെ ഇരിക്കുകയാണ്. മരിച്ചിട്ടുയർത്തെണീറ്റ് വന്നവനായ ദൈവമായ കർത്താവിന് ഒരു നിമിഷം മതി ദൈവരാജ്യം ഉണ്ടാക്കാൻ. കർത്താവിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ ഒരു നിമിഷം മതി. അതാണ് ഇവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലത്തിലാണോ കർത്താവെ നീ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി തരുന്നത്? കർത്താവ് പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, അതൊക്കെ പിതാവിൻ്റെ പക്കലുള്ള കാലങ്ങളുടെയും സമയങ്ങളുടെയും ഒക്കെ പിതാവിൻ്റെ പക്കലിരിക്കുന്ന കാര്യമാണ്. അത് നിങ്ങളിപ്പം അറിയണ്ട. ചെറിയൊരു ഷൗട്ടിൻ്റെ, അതൊരു കമാൻഡിൻ്റെ രാജ്ഞാപിക്കുക പറഞ്ഞു. നിങ്ങളിനി അത് അറിയേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് വരും എന്നും പറയുമ്പോൾ, അപ്പോൾ ഈ ദൈവരാജ്യം എന്താണ്? അതാണ് നമുക്കുടെ വിഷയം. മത്തായി 13-ാം അധ്യായം മുതൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ
ഒരു ഉപമകളുടെ പരമ്പര തന്നെ തീർത്തിരിക്കുക. ഒരു ഉപമകളിലൂടെയാണ് സംസാരിക്കുന്നത്. യോഹന്നാൻ മാത്രമേ ഉപമകൾ പാടെ ഉപേക്ഷിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം കർത്താവ് സംസാരിച്ചിരിക്കുന്നത് വല വീശാൻ പോകുന്നവരുടെ അടുത്ത്, അതായത് മുക്കവന്മാരുടെ അടുത്ത്, കടലിൽ പോകുന്നവരുടെ അടുത്ത്, ആ മീൻ്റെ ഉള്ളിലിരുന്ന ദ്രഹ്മപ്പണം, അതിനെക്കുറിച്ചൊക്കെയാണ് ഓരോ ഉപമകൾ സംസാരിക്കുക. ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തിൻ്റെ അനുസരിച്ചാണ് കർത്താവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വല നന്നാക്കുന്നവരുടെ അടുത്ത് എന്ന വലയെക്കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും നല്ല മീൻ പിടിക്കുന്ന വല. അപ്പോൾ ഓരോ കാര്യത്തിലും. പിന്നെ കൃഷിക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ വിത്തിനെക്കുറിച്ച് അവൻ സംസാരിക്കുക. നല്ല വിത്ത് ഒക്കെ ഞാൻ പറയാം, എക്സ്പ്ലനേഷനായിട്ട് ഞാൻ പറയാം. പിന്നെ നിധിയുടെ കാര്യങ്ങൾ പറയുന്നു, നിധി സൂക്ഷിക്കുന്നു. വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും, കടുകുമണിയുടെ കാര്യങ്ങൾ പറയുന്നു. സ്ത്രീയുടെ അടുത്ത് ചെന്നപ്പോൾ 3 പറ മാവുള്ള മാവ് പുളിച്ച മാവിനോട് സദൃശ്യമാക്കുന്ന ഒരു വചനം ഇതിൻ്റെ അകത്തുണ്ട്. നമുക്കതൊക്കെ പറയുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന കർത്താവ് ഉപമകളിലൂടെ ഇവര് പറഞ്ഞു കൊടുക്കുകയാണ്. വിത്തിനെ കുറിച്ച് പറഞ്ഞു, നല്ല വിത്തിനെ കുറിച്ച് പറയാം. ഒരു കൃഷിക്കാരൻ അല്ല ഒരു യജമാനൻ വിത്ത് അവൻ വിതച്ചു, അല്ലെങ്കിൽ വിതയ്ച്ചു. ചിലത് പാറമേൽ വീണു, ചിലത് മുള്ളിനടിയിൽ വീണു, ചിലത് നല്ല നിലത്തിൽ വീണു. പാറമേൽ വീണത് പെട്ടെന്ന് വെയിൽ വന്നപ്പോൾ കരിഞ്ഞുപോയി. മുള്ളിനടിയിൽ വീണത് മുള്ള് ഞെരുക്കി ആ വിത്തിനെ ഇല്ലാതാക്കി. നല്ല നിലത്തിൽ വീണതോ 30, 60, 100 മേനിയായിട്ട് വിളഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവരാജ്യം ഇതിനോട് സദൃശ്യമാണെന്നാണ് പറഞ്ഞത്. നല്ല വിത്തിനോട് സദൃശ്യം. പിന്നെ നിധി, വയലിൽ സൂക്ഷിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതാണ് ദൈവരാജ്യം. ഇങ്ങനെയൊക്കെ കർത്താവ് പറയുക. പിന്നെ ഒരു സ്ത്രീയുടെ പുളിച്ച മാവിനോട് സദൃശ്യം. 13-ാം അധ്യായം, മത്തായി 13-ാം അധ്യായം ഞാൻ വായിക്കാം. ഒരു മിനിറ്റ്. ഹല്ലേലൂയ. 33-ാം വാക്യം, 13-31. അപ്പം മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. 3 പറ മാവിൻ്റെ അകത്ത് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അളവ് പറഞ്ഞിരിക്കുക 3 പറ മാവ്. എന്നാൽ പുളിമാവിനെ കുറിച്ച് വലുതായിട്ടൊന്നും പറഞ്ഞില്ല. എന്ന് അതിന് അളവില്ല. ആ പുളിമാവ് എന്തായിരുന്നു? ആ 3 പറ മാവിന്മേൽ ആ പുളിമാവ് ഇട്ടപ്പോൾ അത് പെട്ടെന്ന് പുളിച്ച മാവായിട്ട് പൊങ്ങി വന്നു. അതിനോട് സ്വർഗരാജ്യത്തിൻ്റെ ഉപമയായിട്ട് പറഞ്ഞു. എന്താണ് ഈ പുളിമാവ്? ഈ പുളിമാവെന്ന് പറയുന്നത് ഒരു അളവില്ലാത്ത സാധനം ആ മാവിലേക്ക് വീണപ്പോൾ അത് പുളിച്ചു പൊങ്ങി. ഇത് മറ്റുള്ള സ്ഥലത്തിലേക്ക് സ്വാധീനിക്കാൻ കഴിവുള്ളതാണ്. പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിവുള്ളതാണ്. കർത്താവ് ഏറ്റവും എടുത്തു പറഞ്ഞ, ദൈവരാജ്യത്തെക്കുറിച്ച് ഏറ്റവും എടുത്തു പറഞ്ഞ ഒരു ഉപമയിൽപ്പെട്ട ഒരു ഉപമയാണിത്. എന്ന് വെച്ചാൽ ഈ പുളിമാവിൻ്റെ ഒരു വലിയ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും സ്വാധീനിക്കാൻ പറ്റും. പക്ഷെങ്കിൽ
ഈ പുളിമാവിനെ കുറിച്ച് പഴയ നിയമത്തിലും സകല പ്രവചനത്തിലും പുളിച്ച വീഞ്ഞ് നിഷിദ്ധമായ സാധനമാണ്. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ പുളിച്ച മാവിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ട് നിങ്ങളോട് അതിൻ്റെ പറയാം. കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 15-ാം വാക്യം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണം. ഇപ്പം പുളിച്ച മാവ് ഉള്ള വീട്ടിൽ മോശയുടെ ന്യായപ്രമാണ പ്രകാരം പുളിച്ച മാവ് ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവന് തലവെട്ടിക്കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഛേദിച്ചു കളയണം. നിഷിദ്ധമായി വെറുക്കപ്പെട്ട സാധനത്തെ കർത്താവ് ഇന്ന് ഏറ്റെടുക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ഉപമകളിൽ കർത്താവ് ഏറ്റെടുത്തോട്ട് പറയുകയാണ്, ഇത് പുളിച്ച മാവിനോട് സദൃശ്യമാണെന്ന്. ദൈവരാജ്യം ആർക്കും വേണ്ടാത്ത വെറുക്കപ്പെട്ട ഈ പുളിച്ച മാവ് കർത്താവ് പറയാണ്, ഈ പുളിച്ച മാവിനോട് സദൃശ്യമാണ് സ്വർഗരാജ്യം. സദൂക്യന്മാരും പരീശന്മാരുടെയും പുളിച്ച മാവിനെ നിങ്ങൾ അംഗീകരിക്കരുതെന്ന് കർത്താവ് പറയുക. ദുരുപദേശമാണ് പറയുന്നത്. കർത്താവ് പറഞ്ഞിട്ടാണ് കർത്താവ് ഇതിനോട് സദൃശ്യം പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞ് പുളിച്ച മാവുണ്ടെങ്കിൽ അത് നിന്റെ ഭവനത്തിൽ നിന്ന് മാറ്റിക്കോണമെന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിക്കണം. ആരെങ്കിലും 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ പുളിച്ച അപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഇസ്രായേലിൽ വെച്ച് അവൻ്റെ ശിരച്ഛേദം ചെയ്ത് കളഞ്ഞേക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഛേദിച്ചു കളയണം. ആ പ്രമാണം ഇരിക്കുന്ന ഈ സ്ഥലത്താണ് നമ്മുടെ നസ്രയനായ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യമാണ്. ആ പുളിമാവിൻ്റെ കാര്യം പറഞ്ഞ് ആ പുളിമാവ് ഇട്ടപ്പോൾ ഉണ്ടല്ലോ, ആ 3 പറ മാവും പുളിച്ചു പൊങ്ങി. അതുപോലെയാണ് ദൈവരാജ്യം. ഹല്ലേലൂയ, സ്തോത്രം. ആ പുളിച്ച മാവ് വെറുക്കപ്പെട്ടതാണെങ്കിൽ കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവരാജ്യം കർത്താവിൻ്റെ ചങ്കിടിപ്പായിരുന്നു. കർത്താവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം തന്നെ ദൈവരാജ്യമാണ്. കർത്താവ് 3.5 വർഷം പഠിപ്പിച്ചതും ദൈവരാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. കർത്താവ് എന്ന് സംസാരിക്കുന്നുണ്ടോ അന്നെല്ലാം ദൈവരാജ്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവരൊരിക്കൽ ചോദിച്ചു, ദൈവരാജ്യം കാണത്തക്ക രീതിയിലാണോ വരുന്നത്? ദൈവരാജ്യം കാണത്തക്ക രീതിയിലാണോ വരുന്നത്? കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. യഥാർത്ഥ ദൈവരാജ്യത്തിൻ്റെ കേന്ദ്രബിന്ദു ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ദൈവരാജ്യം.
70 പേരെ 12 പേര് അപ്പോസ്തലന്മാർ കഴിഞ്ഞ് 70 പേരെ കൂടെ തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ഞാൻ പോകുന്നതിന് യാത്ര ചെയ്യുന്ന മുമ്പിൽ നിങ്ങൾ 70 പേരെ തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾ പോകണം, സകല വീടിന് പോയിട്ട് സംസാരിക്കണം. നിങ്ങൾ ആരെയും കൈക്കൊള്ളാതിരുന്നു കഴിഞ്ഞാൽ ദൈവം അവരെ കൈക്കൊള്ളത്തില്ല. അങ്ങനെ അവരെ ആക്കി അവര് ഊരുകളിലെല്ലാം കയറി ഇറങ്ങി സഞ്ചരിച്ചു, വീട്ടിൽ പോയിട്ട് അവരോട് സുവിശേഷങ്ങളൊക്കെ ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ ഇവര് കേട്ടത് അതുപോലെ തന്നെ സംസാരിച്ചു. തൻ്റെ പ്രിയനാഥനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന മുത്തുമണികളെല്ലാം പെറുക്കി ദൈവരാജ്യത്തെക്കുറിച്ച് ഇവരും സംസാരിച്ചപ്പോൾ അവിടെയൊക്കെ പല സ്ഥലത്തും ഭൂതങ്ങൾ അലറി ഓടി. ഭൂതങ്ങൾ പലയിടത്തും വിട്ടുപോയി. 70 പേരും തിരിച്ചു വന്നിട്ട് പറയുകയാണ്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും കീഴടങ്ങുന്നു. കർത്താവ് പറഞ്ഞ എന്നാ? എങ്കിൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം വന്നു. ഒരിക്കൽ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിപ്പിക്കാൻ അവരെ പഠിപ്പിച്ചു എന്ന് പറയാം. സ്വർഗസ്നായ ഞങ്ങളുടെ ദൈവമേ, നിന്റെ രാജ്യം വിശുദ്ധീകരിക്കണമേ, നിന്റെ രാജ്യം വരണമേ, ഇതൊക്കെ പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഊന്നൽ കൊടുത്താണ് പറയുന്നത്. ഈ പ്രസംഗം, ഈ പ്രാർത്ഥന ചൊല്ലുന്നതുകൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിക്കുന്നതുകൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് എങ്ങനെയും പ്രാർത്ഥനാ വീരന്മാരായി തീർന്നച്ചാൽ മതി. ഹല്ലേലൂയ. ഇന്ന് നീ നിന്റെ മുട്ട് മടക്കിയാൽ, നിന്റെ ദിവസവും നിന്റെ കാര്യങ്ങൾ കർത്താവിനോട് നീ മുട്ടുമേ നിന്ന് 1.5 മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ച്, പ്രാർത്ഥനയിൽ തീരാത്ത ഒരു വിഷയങ്ങളുമില്ല സഹോദര. പ്രാർത്ഥനയിൽ എത്ര അസമാധാനം നമ്മുടെ ഉള്ളിൽ വന്നാലും പ്രാർത്ഥന കഴിഞ്ഞ് നീ എണീക്കുമ്പോൾ ഉണ്ടല്ലോ, സർവബുദ്ധിയും കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിന്റെ മേൽ വരുന്നത് നിനക്ക് തന്നെ കാണാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് കർത്താവിനോട് അവർ ചോദിച്ചു. കർത്താവ് എങ്ങനെയാ പ്രാർത്ഥിക്കണം? കർത്താവ് പറഞ്ഞു കൊടുത്തു, നിന്റെ രാജ്യം വരണം. അതിൻ്റെ അകത്തെല്ലാം മുഴച്ചു നിന്നത് ദൈവരാജ്യത്തിൻ്റെ കുറിച്ചാണ് പറഞ്ഞത്. ഹല്ലേലൂയ. പക്ഷെ ഇവർ ചോദിക്കുന്നതും ദൈവരാജ്യം, കർത്താവ് പറയുന്നതും ദൈവരാജ്യം, പക്ഷെ ഇവർക്ക് മനസ്സിലാകുന്നില്ല കാര്യം. ഇവർ യഥാർത്ഥമായിട്ട് ചോദിക്കുന്നത് അക്ഷരീയമായ ദൈവരാജ്യമാണ്. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അക്ഷരീയമായ ദൈവരാജ്യം ഇസ്രയേലിൽ സ്ഥാപിതമാകണം. ഇതാണ് പറഞ്ഞത്. പക്ഷെ ഇവരെ പഠിപ്പിക്കുന്നതും സംസാരിക്കുന്നതും ഉപമകൾ പറയുന്നതും കർത്താവ് പ്രസംഗിക്കുന്നതും എല്ലാം ആത്മീയമായ ദൈവരാജ്യത്തെക്കുറിച്ചാണ്, ആത്മീയ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനകത്തൊരു ഒരു വചനമുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 12 13. ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കാൻ കഴിയില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ച് ചെയ്തു തരികയും ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ കർത്താവ് പറയുന്നൊരു കാര്യമാണ്, ഇപ്പം നിങ്ങൾക്ക് വഹിക്കാൻ പറ്റത്തില്ല. കർത്താവ് ഇപ്പം ഇത് ചില ഗുരുനാഥന്മാരുണ്ട്, ചില അധ്യാപകന്മാരോ ചില വിദ്യാർത്ഥികളെ എത്ര പഠിപ്പിച്ചിട്ടും അവർ വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അതുപോലാണ് ഇന്ന് കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇപ്പം നിങ്ങൾക്കിത് വഹിക്കാൻ പറ്റത്തില്ല,
സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും. അന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാകും എന്ന് പറഞ്ഞു. അത് കർത്താവിൻ്റെ 3.5 വർഷ പ്രേക്ഷിത യാത്രയിൽ ഇത് സംസാരിക്കുമ്പോഴെല്ലാം പറയുമ്പോഴും കർത്താവ് പറയുന്നത് ഇവർക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ മരിച്ചു കഴിഞ്ഞ് 40 നാളായതിനു ശേഷവും ഇവർക്ക് മനസ്സിലാകുന്നില്ല പറയുന്നത്. പക്ഷെങ്കിൽ അന്ന് വിളിച്ചു പറയുന്ന ഒരു രംഗങ്ങളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിതന്മാരും കന്നാവും കയ്യഫാവും വിളിച്ചു പറയുകയാണ്, ജനം മുഴുവൻ ഇവന്റെ കൂടെ പോകുന്നു, നമുക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. യേശുക്രിസ്തുവിനോട് പറയുന്ന കാര്യ, ജനം മുഴുവൻ ഇവന്റെ പിന്നാലെയാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അഭിഷേകമുള്ളവന്റെ മുമ്പിൽ, ഹല്ലേലൂയ, അഭിഷേകമുള്ളവന്റെ കൂടെ ജനം പോകും, അഭിഷേകമില്ലാത്തവന്റെ കൂടെ ജനം പോകത്തില്ല. ഇതേ വാക്ക് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എവിടെ അഭിഷേകമുണ്ടോ, എവിടെ അഭിഷിക്തന്മാരുണ്ടോ, ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചവൻ എവിടെ ഉണ്ടോ, അവന്റെ കൂടെ ജനം കൂടെ പോയിരിക്കും. അല്ലാത്ത ഒരു മനുഷ്യന്റെ കൂടെയും ആരും പോകത്തില്ല. ഹല്ലേലൂയ. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ, ഹല്ലേലൂയ, പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വന്നു. കൊടിയ കാറ്റടിക്കുന്ന പോലെ സഗിയോൻ മാളിക മുറിയിൽ 120 പേർ കൂടിയിരിക്കുമ്പോൾ, യേശുവിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള 120 പേർ കൂടിയിരിക്കുമ്പോൾ കൊടിയ കാറ്റടിക്കുന്നത് പോലെ, അഗ്നി വിളർക്കുന്ന നാവുകൾ പോലെ ഇവർക്ക് പ്രത്യക്ഷമായി. അവർക്ക് ഉച്ചരിക്കാൻ പറ്റിയ അന്യഭാഷയിലൂടെ അവർ സംസാരിച്ചു. യെരൂശലേമിൽ കൂടിയിരുന്ന സകല ആൾക്കാർക്കും അത് മനസ്സിലായി. സകല ദേശത്തുനിന്ന്, ഭൂലോകത്തിന്റെ സകല ദേശത്തുനിന്ന് യെരൂശലേം ദേവാലയത്തിൽ കൂടിയിരുന്ന സകലരോടും ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് മനസ്സിലാകാൻ പറ്റി. ഹല്ലേലൂയ. ആ പ്രാപിച്ച പത്രോസിന് അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. താവേ, ഞങ്ങൾ സകലതും വിട്ടു വന്നതാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അഭിഷേകം പ്രാപിച്ചവൻ ഒറ്റ പ്രസംഗത്തിൽ 5000 പേര് അന്ന് രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. പത്രോസിന്റെ മുമ്പിൽ ഒന്നുമല്ലാതായി മാറി. ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചവൻ, പരിശുദ്ധാത്മാവ് പൂർണ്ണനായി നിന്നവൻ, അവൻ ഇതൊന്നും ഒരു വിഷയമല്ലാതായിത്തീരി. തൻ്റെ കൂടെ ജനം വന്നതോ വരുന്നതോ ഒന്നും അല്ലാതായി തീർന്നു. അവന് മനസ്സിലാകാൻ തുടങ്ങി, ദൈവരാജ്യം വരുന്നത് ഇതുപോലാണ് വരുന്നതെന്ന്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അവന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് അടിച്ചേൽപ്പിക്കുവാൻ തുടങ്ങി. സർവ്വതും പൊതുവക എന്നെണ്ണി ശിഷ്യന്മാരുടെ കാൽക്ക കൊണ്ട് വെച്ചു. ഒന്നാമനായ പത്രോസിന്റെ കാൽക്ക കൊണ്ട് വെച്ചു. സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും അവൻ്റെ കുന്നുകൂടി അവൻ്റെ കാൽ ചുവട്ടിച്ചുകൊണ്ട് കൊടുത്തു. സാധാരണ ആൾക്കാരൊന്നുമല്ല, സകല വലിയ 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 പണക്കാരും സമ്പന്നന്മാരുമായ ആൾക്കാരും ദരിദ്രരും സകലരും എല്ലാം കാൽക്കീഴി കൊണ്ടുവച്ചു. പക്ഷെ പത്രോസിന്റെ മനസ്സിൽ കിടക്കുന്ന ദൈവരാജ്യം മനസ്സിലാകാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ പത്രോസ് ദേവാലയത്തിൽ ചെന്നു. ജന്മനാ മുടന്തനെ അവൻ പൊക്കിയെടുത്തു. അവന്റെ കൈക്ക് പിടിച്ചപ്പോ നരിയാണികൾ ഉയർത്തെണീറ്റ് അവൻ ഓടി. ഹല്ലേലൂയ. ആ സമയത്തും പത്രോസിന് മതിയായില്ല. കർത്താവ് പറഞ്ഞ വാക്കഞ്ഞ് വരാൻ പോകുന്നത്. പിന്നീട് അവന്റെ നിഴലടിച്ചപ്പോൾ പലരും സൗഖ്യമായി. വിരികൾ വിരിച്ച് അവൻ പോകുന്ന സ്ഥലത്തൂടെ അവന്റെ നിഴലെങ്കിലും പറ്റിയാൽ ഞങ്ങൾക്ക് സൗഖ്യമാവുമെന്ന് പറഞ്ഞ് അവർ കിടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പത്രോസേ, നീ എന്ത് ചോദിച്ചോ
നിനക്ക് കിട്ടുന്നില്ലേ? ഹല്ലേലൂയ. ഇതും തീർന്നില്ല. എങ്കിലും അവൻ്റെ ഉള്ളിലൊരു പഴയ ദൈവരാജ്യത്തിൻ്റെ ചെറിയ കാണികകൾ പോലും കിടക്കുന്നു. അവനൊരിക്കൽ കിടന്ന് ഉറങ്ങുമ്പോൾ കർത്താവ് ഒരു ദർശനം കാണിച്ചു കൊടുത്തു. തുപ്പട്ടി ഇറക്കി കൊടുക്കുക. തുപ്പട്ടി. യഹൂദന് നിഷിബ്ധമായ സകല മൃഗങ്ങളെയും ഇറക്കി കൊടുത്ത് കർത്താവ് പറഞ്ഞു, അറുത്ത് ഭക്ഷിച്ചോളാൻ പറഞ്ഞു. കർത്താവേ, ഞാനിതൊന്നും അറുത്ത് ഭക്ഷിക്കാറില്ല, ഞാൻ യഹൂദനാണ് പറഞ്ഞു. കൊർനെല്യോസിൻ്റെ വീട്ടിലും ചെന്നു ദൈവത്തിൻ്റെ ദൂതൻ. അവിടെ ദർശനം കൊടുത്തു. ഇന്ന് നീ പത്രോസിനെ വിളിച്ച് ഇവിടെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. കൊർനെല്യോസ് യവനനാ, ജാതി വിജാതീയനാ. പക്ഷെങ്കിൽ ആ ദർശനം കണ്ടതിന് ശേഷം പത്രോസ് കൊർനെല്യോസിൻ്റെ വീട്ടിൽ കടന്നു ചെന്ന് പ്രസംഗിച്ചു, ദൈവവചനം ഘോഷിച്ചു. കർത്താവിൻ്റെ ദൈവവചനം ഘോഷിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. പത്രോസ് പറഞ്ഞു, ഇവർക്ക് വെള്ളം വിലക്കുവാൻ പറ്റത്തില്ല. അന്ന് വരെ ഉണ്ടായിരുന്ന വർഗീയ വിഷയങ്ങൾ, വർഗീയ വിഷം പത്രോസിൽ നിന്ന് ഇറങ്ങിപ്പോയി. പത്രോസ് ആ നിമിഷം മനസ്സിലായി, എൻ്റെ അരിമനാഥൻ പറഞ്ഞ വാക്കിതാണ്. അന്ന് മനസ്സിലായില്ല, പക്ഷെ ഇന്ന് മനസ്സിലാകാൻ തുടങ്ങി. എന്ത് മനസ്സിലായെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് പരുന്നത്. 3.5 കൊല്ലം നടന്ന സമയത്ത് ഇവൻ്റെ ഈ ഉള്ളിൽ ഇത് വന്നിട്ടില്ല. അവൻ യഹൂദനായിട്ട് നടക്കുകയാണ്. ഇന്നവൻ്റെ ജാതീയ കോട്ടകളെല്ലാം ഇടിഞ്ഞു വീണു. വർഗീയ ചിന്തകളെല്ലാം ഇടിഞ്ഞു വീണെന്ന പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ കർത്താവ് അതാ പറഞ്ഞ്, എൻ്റെ നുകം നിനക്ക് ഭാരമാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു വേണം.